ഡോക്ടറിന്റെ ഒരു MBBS ജേണി ഒന്ന് പറയാം. നാട്ടില് എറണാകുളത്ത് നിന്നാണ് ഞാൻ. ക്ലവൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. എക്സാംസ് ഒക്കെ ഡിഫറെന്റ് ആണ്, നാട്ടിലെ പോലെ ഒരു ഇതല്ല. ബൾഗേറിയ പഠിച്ചിട്ട് മുമ്പ് യൂറോപ്യൻ യൂണിയൻ പഠിച്ചുകൊണ്ട് ബയോ എഴുതാണ്ടായിരുന്ന ഒരു കൂട് വന്നു. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. UK സെലക്ട് ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. പിന്നെ ഏറ്റവും UK ലൈസൻസ് കിട്ടിയാലും ഫൈൻഡിങ് എ ജോബ് ഇസ് ഡിഫിക്കൽട്ട്. ലൈക്ക് അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം ഒബ്വിയസ്ലി നമുക്ക് സ്പോൺസർഷിപ്പ് വേണം. അപ്പൊ അതിന് അവര് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാനിൽ നിന്ന് 3 years 4 years എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും to start off with they'll be happy to go for junior level posting പോകാൻ അവര് റെഡി ആയിരിക്കും. ഒരു ഇന്റർവ്യൂ കിട്ടി, അതില് ജോബ് കിട്ടി, അങ്ങനെ പരിപാടി. UK ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് MBBS പഠിക്കുന്ന അല്ലെങ്കിൽ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പേര്. ഇത് നമ്മൾ സാധാരണ റിലീസ് ചെയ്യുന്നത് പോലുള്ള ഒരു വീഡിയോ അല്ല. ഈ വീഡിയോയിൽ ഇന്ത്യയിൽ +1 +2 പഠിച്ച്, ബൾഗേറിയയിൽ MBBS പഠിച്ച്, പിന്നെ UK കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന അരുൺ സാജു ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പൊ ഡോക്ടർ അരുൺ സാജ് അദ്ദേഹത്തിന്റെ ജേണിയും അതേപോലെ തന്നെ എങ്ങനെയാണ് ബൾഗേറിയയിൽ പഠിച്ചതെന്നുള്ള കാര്യങ്ങളും ആ കാര്യങ്ങൾ വെച്ച് എങ്ങനെയാണ് UK മൈഗ്രേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും UK എത്രമാത്രം സാലറി ഉണ്ടെന്നും എത്രമാത്രം എക്സ്പെൻസ് വരുന്നുണ്ടെന്നുള്ളതും അതുപോലെ UK PG ചെയ്യാൻ പറ്റുമോ, ബൾഗേറിയയിൽ പഠിച്ചുകൊണ്ട് UK എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ഈ ഒരു ഇന്റർവ്യൂ അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് തന്നെ നമ്മളത് പാർട്ടായിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഡോക്ടർ അരുൺ സാജിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ഡോക്ടർ, നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്, എന്നാലും ഡോക്ടറിന്റെ ഒരു MBBS ജേണി ഒന്ന് പറയാമോ? ഞാൻ നാട്ടില് എറണാകുളത്ത് നിന്നാണ്. എന്നിട്ട് പഠിച്ചത് നാട്ടിലായിരുന്നു, മഹാത്മാഗാന്ധി പബ്ലിക് സ്കൂൾ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് MBBS ചെയ്തത് ബൾഗേറിയയിലാണ്. സോ MBBS ബൾഗേറിയയിൽ നിന്ന് ഫിനിഷ് ചെയ്തു. എന്നിട്ട് UK 2022 സ്റ്റാർട്ട്, ജാനുവരി ആ ടൈമിലാണ് വന്നത്. 22 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ F3 ഇയർ എന്ന് പറയും, F5 ഇയർ അല്ലെങ്കിൽ SHO സീനിയർ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നതിനകത്ത് ഗ്ലോസ്റ്ററിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡോക്ടറെ ഈ ബൾഗേറിയ MBBS പഠിക്കാൻ ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാട്ടിൽ ചെയ്യാനായിരുന്നു. ഒബ്വിയസ്ലി നാട്ടിൽ പഠിച്ചപ്പോ നമുക്ക് നാട്ടിൽ തന്നെ MBBS ചെയ്യാനായിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്. നാട്ടിൽ ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. നാട്ടിൽ കിട്ടിയില്ല. എനിക്കപ്പോ കൊമറ്റ് എഴുതിയായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കതിൽ BDS കിട്ടിയത്. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ പോവാൻ വേണ്ടി നിന്ന ടൈമില് ഒരു ലൈക്ക് എന്താ പറയുക, ഡെസ്റ്റിനി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനി, അതുപോലെ റാൻഡംലി ഇങ്ങനെ ഒരു ഏജൻസിനെ കുറിച്ച് കേട്ടു. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അപ്പൊ എങ്ങനെയാണ് എന്താണെന്ന് നോക്കി. അപ്പോ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ചൈന, ജോർജിയ, അതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ ബൾഗേറിയ ഒരു ഓപ്ഷൻ കേട്ടു. അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ എവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ റാൻഡംലി ഞാൻ എന്റെ അവിടെ തന്നെ സീനിയർ ആയിട്ട് പഠിച്ച ഒരാളെ ഫേസ്ബുക്കിൽ തപ്പി അവിടെ നമ്മൾ ഒബ്വിയസ്ലി ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് തപ്പി. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ടു. എന്നിട്ട് ആ ആളോട് സംസാരിച്ചപ്പോ വലിയ കുഴപ്പമില്ലാന്ന് കണ്ടു. ഞാനും എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ കൂടെ തന്നെ പഠിച്ചത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി സംസാരിച്ചെന്ന് ഓക്കെ ആണ്, വലിയ പ്രശ്നമില്ലാന്ന് കണ്ടപ്പോ അങ്ങനെ ആ ഇതിൽ എൻഡപ്പ് ചെയ്തത് ബൾഗേറിയയിലാണ്. അല്ലാതെ അതിന് മുന്നേ അങ്ങനെ കേട്ടിട്ടില്ല, അങ്ങനെ പോയ ആരെ അങ്ങനെ അറിയൊന്നുമില്ലായിരുന്നു. ഓക്കെ, അപ്പോ ഡോക്ടർ ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ട് എത്ര വർഷമായി? 2021 മെയ്യിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത്. എന്നിട്ട് അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് 2 years ആയി. 2 years കഴിഞ്ഞു. അപ്പോ ഡോക്ടർ പോകുന്ന സമയത്തെ ബൾഗേറിയയിൽ മലയാളികളായിട്ട് ആരും കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നോ? കുറവായിരുന്നു. ഞങ്ങളുടെ ഇയറില് മുന്നത്തെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ സീനിയേഴ്സ് ആയിട്ട് പോയവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് അങ്ങനെയല്ല. പക്ഷെ ഞങ്ങളുടെ മുന്നത്തെ ഇയറിൽ ഒരു നാട്ടിൽ നിന്നുള്ള മലയാളീസ് ഒരു മേ ബി ഒരു 4-5 പേരുണ്ടായിരുന്നു. അതിലല്ലാതെ UK എന്നുള്ള മലയാളീസ് ഉണ്ടായിരുന്നു കുറച്ച് പേര്. അതുപോലെ അതിന് മുന്നത്തെ ഇയേഴ്സിലൊക്കെ കുറച്ച് മലയാളീസ് ഉണ്ട് നാട്ടിൽ നിന്നുള്ളവര്. അങ്ങനെ ഒരുപാട് പേരില്ലായിരുന്നു. ബാക്കി ഇതിനകത്ത് പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് മലയാളികളുടെ ഇതില്ലായിരുന്നു. ഞങ്ങളുടെ ഇയറിലാണെങ്കിൽ ആകെ 7 പേരുണ്ടായിരുന്നു മലയാളീസ്. ഞങ്ങൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തപ്പോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഇയറിലാണ് അത്യാവശ്യം ആൾക്കാർ വന്നു തുടങ്ങിയത്. ഈ വർഷമൊക്കെ ബൾഗേറിയയിൽ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ത്രൂ തന്നെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. കാണാറുണ്ട്, ഫോട്ടോസ് കാണാറുണ്ട്. അപ്പൊ കാണാൻ ഇങ്ങനെ കുറെ പോലെ ആയിരുന്നല്ല. ബൾഗേറിയ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ആയി. ബൾഗേറിയ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇപ്പൊ എന്താ പറഞ്ഞ മറ്റേ ഡെവലപ്ഡ് കൺട്രി അല്ല, അണ്ടർ ഡെവലപ്ഡ് കൺട്രി അങ്ങനെ ഇതായിരുന്നു. ബൾഗേറിയ അത്യാവശ്യം നല്ല ഇതായി വരുന്നുണ്ട്. ലൈക്ക് കുറെ ഇതുണ്ട്, എല്ലാം ബെറ്ററായി വരുന്നുണ്ട്. ഒബ്വിയസ്ലി യൂണിവേഴ്സിറ്റി ആയിരിക്കും അതിന്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് സിറ്റിയുടെ. അങ്ങനെ ഇംപ്രൂവ് ആയി വരുന്ന ഒരു സ്ഥലമാണ്. ബ്രോ പഠിച്ചത് പ്ലവൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നില്ലേ? ഞാൻ പ്ലവൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ബൾഗേറിയയിൽ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 5 മെയിൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പ്ലവൻ, സോഫിയ, വാർണോ, ബുർഗാസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സോഫിയയിൽ 2 യൂണിവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മെയിൻ മിക്ക ആൾക്കാരും വരുന്നത് പ്ലവനിലേക്കാണ്. പിന്നെ സോഫിയ ഒരു മെയിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. വാർണയിൽ UK മലയാളീസ് കൂടുതലായിട്ട് വരുന്നത് വാർണ യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു ഇതുണ്ട്, പ്ലോട്ടിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ പഠിച്ചത് പ്ലവനിലായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി നമുക്ക് നാട്ടിലത്തെ ഒരു എന്താ പറയുക വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
ആ ഒരു സ്റ്റാൻഡേർഡ് ഒബ്വിയസ്ലി പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇറ്റ്സ് അപ്പോൺ അസ്, ലൈക്ക് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ച് ഇത് കിട്ടും. പിന്നെ എക്സാംസ് എല്ലാം ഡിഫറെന്റ് ആണ്. ഞാൻ ബ്രോഡ് നേരത്തെ വീഡിയോയിൽ കണ്ടപ്പോഴേ അതിനകത്ത് എല്ലാം പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പൊ എക്സാംസ് ഒക്കെ ഡിഫറെന്റ് ആണ്. നാട്ടിലെ പോലെ ഒരു ഇതല്ല, ഒരു നമുക്ക് റാൻഡംലി കിട്ടുന്ന ടോപ്പിക് അറിയാമെങ്കിൽ വെൽ ഓൾ ഗുഡ് അങ്ങനത്തെ ഒരു ഇതാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി. എന്താ പറഞ്ഞ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒബ്വിയസ്ലി പറഞ്ഞ പോലെ അങ്ങനെ ഈസി അല്ല, ചുമ്മാ കയറി പാസ്സായി പോരാൻ പറ്റില്ല. പക്ഷെ എന്നാലും വലിയ പ്രശ്നമില്ലാതെ പോരാ. ഫ്രണ്ട്സ് ഒക്കെ അപ്പം മലയാളികളായിരുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തു നിന്നുള്ള കുട്ടികളായിരുന്നോ? നമുക്ക് ഈ പറഞ്ഞ പോലെ UK മലയാളീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു 3-4 പേര്. അതല്ലാതെ ഉണ്ട് കേട്ടോ, ബൾഗേറിയൻസ് ഉണ്ട്. അതല്ലാതെ നമ്മുടെ ഇംഗ്ലീഷ് സ്റ്റുഡൻസ്, നമ്മുടെ കൂടെ പഠിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആയിരിക്കും മിക്കവാറും UK എന്നുള്ളവരായിരിക്കും. പിന്നെ ഇറ്റലി എന്നുള്ളവരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള 1-2 പേരുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് പാർട്സ് ഓഫ് വേൾഡിൽ നിന്ന് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ കുറെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും, കുറച്ചുകൂടെ ഒരു എന്താ പറയാ എക്സ്പോഷർ കിട്ടും. അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. അവർക്ക് ഇന്ത്യക്കാരോടുള്ള പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളവിടെ നിന്നപ്പോ അങ്ങനെ ഒരു എന്താ പറയുക റേഷ്യൽ ആ ഒരു ഇതൊന്നും അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇയർ ആൻഡ് ഇയർ ലൈക്ക് ഈ ബൾഗേറിയയിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ലാംഗ്വേജിന്റെ ഒരു ഇതുണ്ട്. കുറെ പേരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും, എന്നാലും ഒരു മൈനോറിറ്റി ഓഫ് ഇത് സ്റ്റിൽ ബൾഗേറിയൻ മാത്രം പറയുന്നവരുണ്ട്. അപ്പൊ അതിന്റേതായ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. ഈ പ്ലവൻ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക അവിടുത്തെ ഇതെന്ന് പറയുന്നത് നാട്ടിൽ 4.5 years ഓഫ് സ്റ്റഡി, 1 year ഓഫ് ഇന്റേൺഷിപ്പ് അങ്ങനെയാണ് വരിക. അവിടെ 5 years ഓഫ് സ്റ്റഡി, 1 year ഓഫ് ഇന്റേൺഷിപ്പ് ആണ്. നമ്മള് പാസ് ഔട്ട് ആവുന്ന ടൈം കൊറോണ ടൈം ആയിരുന്നു. സോ ഒബ്വിയസ്ലി ഇന്റേൺഷിപ്പ് അത്ര അടിപൊളിയായിരുന്നില്ല, കാരണം ആദ്യത്തെ ഒരു 2 months മോർ ഓർ ലെസ് ലൈക്ക് ഓൺലൈൻ ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ റൊട്ടേഷൻസ് ആയിരുന്നു. പക്ഷെ അതല്ലാതെ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് എന്താ പറയുക സ്പോർട്സ് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ നമുക്ക് കളിക്കാൻ ഇഷ്ടംപോലെ. ഇപ്പൊ ബൾഗേറിയൻ നാഷണൽ ടീമിൽ കളിക്കുന്ന മലയാളി പിള്ളേരുണ്ട്. ടീം അവിടെ അത്ര ഭയങ്കര ഇതല്ല, പക്ഷെ സ്റ്റിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് സ്പോർട്സ്, ബാഡ്മിന്റൺ, വോളിബോൾ, അങ്ങനെ ഇതിനൊക്കെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുണ്ട് പഠിപ്പിക്കുന്നതാണെങ്കിലും വെൽ ഒബ്വിയസ്ലി യു കാൻ കമ്പയർ. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടുന്ന് വേറെ കൺട്രീസിൽ ഈ അറ്റാച്ച്മെന്റ് പോലെ പോകുന്ന പിള്ളേരുണ്ട്. ഓരോ ഇതുണ്ട്, നമുക്ക് തന്നെ സ്കോളർഷിപ്സ് തന്നിട്ട് 1 month അല്ലെങ്കിൽ ഒരു 3 weeks ഒക്കെ വേറെ കൺട്രീസിൽ യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് എക്സ്പീരിയൻസ് എടുക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്റർനാഷണൽ ആൾക്കാരായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരുമല്ലോ. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഇയറിൽ എസ്പെഷ്യലി ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളീസ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മളെ കുറച്ചുണ്ടാ ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മുടെ ഇയറിനകത്ത് ഇത്രയും പുറത്തുള്ള ആൾക്കാരും ഞങ്ങൾ ഒരു ചെറിയൊരു ഇതുമായിരുന്നപ്പോ കുറച്ചും കൂടെ ആ ഒരു ഇത് വരും. അവരായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യും. നമ്മുടെ സർക്കിളിൽ മാത്രം നിൽക്കില്ല, നമ്മൾ കുറച്ചും കൂടെ പുറത്തേക്കൊക്കെ പോകും, ബാക്കിയുള്ളവരൊക്കെ ആയിട്ടൊരു ഇതൊക്കെ വരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ ബ്രോ, ഇപ്പോ ബൾഗേറിയയിൽ നിന്ന് MBBS കഴിഞ്ഞ് ഡയറക്റ്റ് UK പോയതാണോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് UK പോയതാണോ? അല്ല, അതും ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനി. എന്താ പറഞ്ഞ ഞാൻ UK നല്ലായിരുന്നു എന്റെ ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ജർമ്മനി ആയിരുന്നു. ഒരു 3rd year 4th year ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും എന്താണ് പ്ലാൻ, ഇതിൽ തിങ്ക് ചെയ്യില്ല. അപ്പോ ഡിഫറെന്റ് ഓപ്ഷൻസ് നോക്കി. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ എവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു ഇതാണ് ആ ഒരു ടാസ്ക് ഉള്ളൂ. ഇപ്പൊ ജർമ്മനി ആണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. പിന്നെ ജർമ്മൻ മെഡിക്കൽ ജർമ്മൻ പഠിക്കണം. അപ്പോ ബൾഗേറിയയിൽ നിന്ന് പോകുമ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് മാത്രം പഠിച്ചത്, മെഡിക്കൽ ജർമ്മന്റെ ഇതിലേക്ക് പോകണ്ട. അപ്പൊ ഒരു കുറച്ചും കൂടി ഒരു ഈസിയർ പാത്താണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോ UK സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ക്ലാബ് ഉള്ള ഇതുണ്ട്, ക്ലാബ് എഴുതണമായിരുന്നു. ക്ലാബ് എക്സാം എഴുതിയാലാണ് ശരിക്കും പോകാൻ പറ്റുള്ളായിരുന്നു. സോ എഗെയിൻ ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾ ആ ഒരു പാസ് ഔട്ട് ആവുന്നതിന് ഒരു 7 to 8 months മുന്നേ അവര് ആ റൂള് മാറ്റി. കാരണം UK സിറ്റിസൺസ് ഇഫ് ദേ സ്റ്റഡി ഇൻ യൂറോപ്യൻ യൂണിയൻ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പഠിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ക്ലാബ് എഴുതണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പാസ്പോർട്ടിന്റെ ബേസിസിലായിരുന്നു, അവർക്ക് അവരുടെ നാഷണാലിറ്റിയുടെ ബേസിസിൽ എക്സാം എഴുതണ്ടെന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട്സ് ആയതുകൊണ്ട് തന്നെ അത് എഴുതണമായിരുന്നു. അവർ അതെടുത്ത് മാറ്റിയിട്ട് വേറെ നമ്മൾ എവിടെയാണോ പഠിച്ചത് അതിന്റെ ബേസിസിലാണ്. അപ്പോൾ നാട്ടില് മീൻസ് ബൾഗേറിയ പഠിച്ചിട്ട് മുമ്പ് യൂറോപ്യൻ യൂണിയൻ പഠിച്ചിട്ടുണ്ട്, ക്ലാബ് എഴുതണ്ടെന്നുള്ള ഒരു റൂൾ വന്നു. ജസ്റ്റ് IELTS or OET ഏതെങ്കിലും ഒരു എക്സാം എഴുതുക, ലാംഗ്വേജ് എക്സാം എഴുതുക, അതിന് സ്കോർ മേടിച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഇത് കിട്ടും. പിന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. ഇന്റർവ്യൂ, ജോബ്സിന് അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് എനിക്കിപ്പോ ഒരുവിധം UK ആണ് ഡിസൈഡ് ചെയ്തായിരുന്നു. അപ്പോ നേരെ അത് കഴിഞ്ഞിട്ട് എന്തുവാണ് ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് എക്സാം എഴുതി, അത് എഴുതി ക്ലിയർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ രജിസ്ട്രേഷന്റെ പ്രൊസീജിയർ കുറച്ച് ടൈം എടുക്കും. അത് ഞങ്ങളുടെ ഇതായിരുന്നു ഒരു ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് മുന്നേ അങ്ങനെ നാട്ടിൽ നിന്നുള്ളവർ അധികം അങ്ങനെ UK പോയൊരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. നമ്മൾ ആ ഒരു ഫസ്റ്റ് ഓഫ് ഇതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ഇതുണ്ടാവില്ല, എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ.
അപ്പൊ ഇങ്ങനെ ഇതുപോലെ തന്നെ 2-3 ഗ്രൂപ്പ്സ് ഉണ്ട്, IMG ഗ്രൂപ്പ്സ് ഉണ്ട് UK-ലെ. അപ്പൊ അവരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ. അവര് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ഇതുപോലെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരൊക്കെ അവര് പോയ വഴികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ ആ ഒരു ഇതിൽ അങ്ങനെ സ്റ്റെപ്സ് നോക്കി എക്സാംസ് ക്ലിയർ ചെയ്തു. പിന്നെ ഏറ്റവും UK-ല് ലൈസൻസ് കിട്ടിയാലും ഫൈൻഡിങ് എ ജോബ് ഇസ് ഡിഫിക്കൽട്ട്. ലൈക്ക് അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം ഒബ്വിയസ്ലി നമുക്ക് സ്പോൺസർഷിപ്പ് വേണം. ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മളെ സ്പോൺസർ ചെയ്താലാണല്ലോ നമുക്ക് ആ ഒരു ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അവര് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാനിൽ നിന്ന് 3 years 4 years എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സും ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് ദേ ബി ഹാപ്പി ടു ഗോ ഫോർ ജൂനിയർ ലെവൽ പോസ്റ്റിന് പോകാൻ അവര് റെഡി ആയിരിക്കും. അപ്പൊ നമ്മൾ അവരുടെ ഇത് ചെയ്യണം. അപ്പോ പോർട്ട്ഫോളിയോ നമ്മൾക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നമ്മളെ പ്രസന്റ് ചെയ്യുന്നു, റൈറ്റപ്പ് ചെയ്യുന്നു, നമ്മുടെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു ഇതില് എന്തോ പറഞ്ഞ ലക്ക് അഗെയിൻ ചെയ്ത് തന്നു. ഒരു അറ്റാച്ച്മെന്റ് പോകാൻ UK-ലായിട്ട് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പേപ്പർ വർക്ക്. അപ്പൊ ഒരു ഇന്റർവ്യൂ കിട്ടി, അതില് ജോബ് കിട്ടി. അങ്ങനെ പരിപാടി. ആ ജോബ് ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല, സോറി അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. അടുത്ത പ്രാവശ്യം പറഞ്ഞു ഒരു 1 week കഴിഞ്ഞിട്ട് അവര് റാൻഡംലി തിരിച്ച് മെയിൽ അയച്ചു ചോദിച്ചു, ഓ ബൈ ദ വേ ഐ യു സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പോസ്റ്റ്. പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ അതൊരു ഡിലേ ഉണ്ട്. ഇതെല്ലാത്തിനും കൂടെ ഒരു മാക്സിമം ഒരു 4 lakh വരും. ഈ ബൾഗേറിയയിൽ പ്രയോറിറ്റി ഓപ്ഷൻ ഇല്ല. ഈ UK-ൽ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും ആൾക്കാരുള്ള ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പിൽ ഒന്നാണ്. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ഒരു 2 weeks ആയിട്ടുള്ളൂ. നഴ്സസ് ഉണ്ട്. നഴ്സസ് മൊത്തം മലയാളീസ് തന്നെയാണ്. പക്ഷേ ഡോക്ടേഴ്സിന് അധികം കണ്ടിട്ടില്ല.